കൊച്ചിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് SDP-യുടെ ഒരു വിളയാട്ടം തന്നെ നടക്കുകയാണ്. അതിനിടയിലാണ് ആ സ്കൂളിലെ ഒരു രക്ഷകർത്താവ് അമിത്ഷായ്ക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടണമെന്ന്. അങ്ങനെ ഇടപെടൽ ഉണ്ടായാൽ SDP-ക്കാരെല്ലാം വാലും ചുരുട്ടി അകത്ത് കയറുമല്ലോ. പിന്നെ SDP-യുടെ നേതാവ് ഫേസ്ബുക്കിലൂടെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഹിജാബ് ഇട്ടുകൊണ്ട് അകത്ത് കിടക്കാൻ സൗകര്യം കൊടുത്തില്ലെങ്കിൽ സ്കൂൾ ബോംബ് വെച്ച് കറക്കും. പിന്നെ കാര്യമല്ലേ, അത് വലിയൊരു ആവശ്യമല്ലേ ഹിജാബ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എന്തും ഇത് ഈ രാജ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ടുള്ള ഇന്ത്യയിൽ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തുവാ? മര്യാദയാണോ? ഭരണഘടനാ വിരുദ്ധമല്ലേ ഇത്? മതേതരത്വം പാലിക്കണമെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോകണം, അപ്പോഴേ മതേതരത്വം ആവത്തുള്ളൂ അല്ലേ? വല്ല യൂണിഫോം ഇട്ടുകൊണ്ട് പോയാൽ എങ്ങനെ മതേതരത്വം വരുന്നത്? യൂണിഫോം വന്നാൽ എല്ലാവരും ഒരുപോലെ ആണ്, പണമുള്ളവർ പാവപ്പെട്ടവർ എല്ലാം മതം. അല്ല, ബാക്കി ഇല്ലാത്ത കുട്ടികൾക്കുള്ള എന്ത് ഒരു നിയമമാണ് ഈ കുട്ടിക്ക്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നുമല്ല, ഞങ്ങൾ വേറിട്ട ആൾക്കാരാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വേറിട്ട മതമാണ് ഞങ്ങളുടെ സത്യമതം, നിങ്ങളുടെ കള്ളമതം. ഇതൊക്കെ ധ്വനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ബ്രാഹ്മണരാണെന്നും പറഞ്ഞിരിക്കാൻ വേണ്ടല്ലേ പണ്ട് ബ്രാഹ്മണർ ഈ പൂണൂല് ഇട്ടുകൊണ്ട് നടന്നിരുന്നത്, കുടുംബയൊക്കെ വെച്ചുകൊണ്ട് നടന്നിരുന്നത്. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വേളി കഴിക്കാൻ, സംബന്ധം കഴിക്കാൻ, അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ഉള്ള വിവാഹങ്ങൾ. നിങ്ങൾ വേറെ അസ്പൃശ്യരും തൊട്ടുകൂടാത്തവരും ഒക്കെ അല്ലേ? അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കാണിക്കണം, സ്വത്വം കാണിക്കണം. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ എന്നുള്ളത് അത് സ്കൂളിലും കൂടെ പഠിപ്പിച്ച് ചൊട്ടയിലെ ശീലം വരണമല്ലോ, എങ്കിലല്ലേ പിന്നെ വളർന്നു വരുമ്പോഴും ആ ശീലം ഇങ്ങനെ അനുശീലനമാക്കി കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞത് അയാളുടെ അവകാശമാണ്. മതേതര ഇന്ത്യയിൽ ഇതിനൊക്കെ അവകാശമുണ്ട്, അതാണ് മതേതരത്വം. നിങ്ങളുടെ ശബരിമലയിലെ കൊള്ള മുതലൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൊള്ളയടിക്കാനുള്ള മുതൽ ഇതങ്ങനെയൊന്നുമില്ല, പരിരക്ഷിക്കപ്പെടേണ്ട വിശ്വാസങ്ങളാണെന്ന് ഇതൊക്കെ. മദ്രസകൾ അവർ പഠിപ്പിക്കുന്നു അന്യമതക്കാരൻ മുഴുവൻ കാഫിർ, നമ്മുടെ മതം മാത്രം സത്യമതം. അപ്പോൾ നമ്മളിതിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവനെ തട്ടണം. ഇന്ന് മാത്രമല്ല, മറ്റൊരു വിശ്വാസി അവനെ ഒന്ന് തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം പ്രാപിക്കാം. സ്വർഗത്തിൽ നമുക്ക് തേനും പാലും ഒഴുകുന്ന പുഴയുണ്ട്, ഹൂറികളുണ്ട്, അവരുടെ പരിചരണം എല്ലാം ലഭിക്കും. അതൊക്കെ മനസ്സിലായോ? ഇതൊക്കെ ഉള്ള പിന്നെ ആ മദ്രസകൾ പ്രത്യേകമുണ്ട്. പക്ഷേ സ്കൂളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേഷത്തിലേ വരാൻ പറ്റും, നിങ്ങളുടെ വേഷം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണല്ലോ ഹിന്ദുക്കളോടൊപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ ഇപ്പോൾ അടിപൊളിയാണ്. അഫ്ഗാനിസ്ഥാനും മറ്റൊരു മുസ്ലിം രാഷ്ട്രമായിട്ട് അടിപൊളി. നേരത്തെ ബംഗ്ലാദേശുമായിട്ടുള്ളത് കളഞ്ഞ് ഇപ്പോൾ എല്ലാം ക്ലോസറ്റായി. പക്ഷേ ഇപ്പോൾ ഇത് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സ്കൂൾ അത് ആരുടെ സ്കൂളാണ്? മറ്റ് മാനേജ്മെൻ്റ് ആണെന്നുള്ള, മുസ്ലിം മാനേജ്മെൻ്റ് ആണെന്നുള്ള പ്രശ്നമല്ല. ഇത് സ്കൂളിൻ്റെ പേര് അതായത് പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിലാണ്. കുട്ടികളെ വരെയും ഇങ്ങനെയൊക്കെ ഹിജാബും ആ വ്യത്യസ്തതയും. ഹിജാബില്ലെങ്കിൽ സ്കൂൾ തകർക്കും. അതെ, ബാക്കിയുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യ എൻ്റെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ, അതൊന്നും പാടില്ല. അതിങ്ങനെയാണല്ലേ സാറേ? ഫേസ്ബുക്ക് ലൈവിൽ ഇജാസ് എന്നാൾ ഹിജാബിന് അനുമതി നൽകിയില്ലെങ്കിൽ സ്കൂൾ ബോംബിട്ട് തകർക്കുമെന്ന് ആഹ്വാനം. ഇജാസ് എന്ന് പറയുന്ന ആൾ. ഇതിനെതിരെയാണ് സെന്റ് റീത്ത സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അതുപോലെ NIA-ക്കും വീണ്ടും NIA വരേണ്ടി വരും. NIA വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പരാതി പോയിരിക്കും. അവരെല്ലാം പരിശോധിച്ചത് സത്യമാണോ എന്ന് അറിഞ്ഞേ വരും. ഫേസ്ബുക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നോക്കാൻ ആർക്കാ സമയം? അവരുടെ മതേതരത്വം അവർ നടപ്പാക്കുകയല്ലേ. ജനാധിപത്യം, ഭരണഘടനയിലുള്ള വിശ്വാസമൊക്കെ നടപ്പാക്കുമ്പോൾ ഭീഷണികൾ ഇതുപോലെ വരികയല്ലേ. അവർ പറയുന്നതേ നടക്കുമെന്ന് അവർക്കറിയാം. കർണാടകത്തിൽ നമ്മൾ കണ്ടതല്ലേ ഹിജാബെന്ന് പറഞ്ഞ് എന്തോ ഒരു പൊല്ലാപ്പായിരുന്നു അവിടെ. കുട്ടികളുടെ മനസ്സിൽ പോലും വ്രണങ്ങളുണ്ടാക്കി അവരെ. അപ്പോൾ അത് അമിത്ഷായ്ക്ക് മാത്രമല്ല NIA-ക്കും പരാതി നൽകിയിട്ടുണ്ട് അല്ലേ? അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടതുപോലെ ഇൻ്റലിജൻസ് ആലോചിച്ചിട്ട് വേണ്ട നടപടി എടുക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹത്തിന് പേടിയില്ലല്ലോ ഇവരെ പോലെ. മതേതരത്തെ ഈ പിന്നെ പൊന്നു തിരുമേനി ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞു പോയെന്ന് പറയുന്നത് ശിവൻകുട്ടിയല്ലല്ലോ. നട്ടല് വാഴപ്പെട്ടി കൊണ്ടല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. എടുത്ത നിലപാടിൽ ഉടച്ചു നിൽക്കും. തട്ടുന്നെങ്കിൽ നിങ്ങൾ തട്ടിക്കൂ. അങ്ങനെ പറഞ്ഞല്ലേ നക്സലൈറ്റുകളെ മുഴുവൻ ഒതുക്കിയത്. ഒരു പ്രശ്നവുമില്ല. നക്സലൈറ്റോ അവലും മലരുമായി നടന്ന പോപ്പുലർ ഫണ്ടിനെ കാണാനില്ലല്ലോ ഇപ്പോൾ. അതെ, പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചത്. നിങ്ങൾ തട്ടണമെങ്കിൽ തട്ടിക്കൂ. നിങ്ങൾ ബോംബ് വെക്കുന്നവരല്ലേ സ്കൂളിന്. വേണമെങ്കിൽ അവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന് വേണമെങ്കിലും ബോംബ് വെക്കാമല്ലോ. ചെയ്യുന്നെങ്കിൽ ചെയ്തോ, പക്ഷേ ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും. അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ പോലെ ടെററിസത്തിനൊന്നും പോകുന്നില്ല. പക്ഷേ എൻ്റെ രാജ്യത്തെ രക്ഷിക്കാനുള്ള സത്യപ്രതിജ്ഞയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സത്യപ്രതിജ്ഞ, സ്കൂളുകളിൽ ഒരു സത്യപ്രതിജ്ഞയുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അവർ തിരുത്തി എഴുതും. ഇത് ഞങ്ങളുടെ പ്രതിജ്ഞ ഇങ്ങനെയല്ല.
ഇന്ത്യ എൻ്റെ രാജ്യമല്ല, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല. വേറെ തരത്തിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം മനസ്സുകളെ വിഭജിക്കുക, അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലും കുട്ടികളുടെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ? കാരണം ആ കുട്ടി 4 മാസം ആ സ്കൂളിൽ പഠിച്ചു. ആ സ്കൂൾ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച്, രീതികൾ അനുസരിച്ച് പെട്ടെന്ന് എങ്ങനെയാണ് ഈ മതബോധം ഉണ്ടായത്? മതബോധം പണ്ടൊന്നും ഇങ്ങനെ ഹിജാബോ അല്ലെങ്കിൽ പർദ്ദയോ ഒന്നും അണിഞ്ഞിങ്ങനെ സ്ത്രീകൾ നടക്കാറില്ലല്ലോ. ഒരു അഭിമാന ചിഹ്നമായിട്ട് അത് കൊണ്ട് നടക്കാറില്ലായിരുന്നു. എല്ലാവരുമായിട്ട് സൗഹാർദ്ദം, വസ്ത്രം രീതിയിൽ ചില ഈശൽ ഭേദങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാം ഒരുമിച്ചല്ലേ നടത്തിയിരുന്നത്, എല്ലാം ഒരുപോലെയല്ലേ നടത്തിയിരുന്നത്. ഞാനിപ്പോഴും ഉണ്ടായി മുസ്ലിം പള്ളികളിൽ ഞാൻ പോകാറുണ്ട്. അവരുടെ നോമ്പ് കഞ്ഞി എന്ന് പറയുന്ന കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ട്. എനിക്കത് വേറെ ഇന്ത്യക്കകത്തുള്ള ഒരു ആരാധനയായിട്ട് മാത്രമേ. അതുപോലെ തന്നെ പാതിരാ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. അത് വേറൊരു മതത്തിൻ്റെ വേറൊരു സ്ഥലം നിങ്ങൾക്ക് നിരോധിക്കപ്പെട്ട സ്ഥലമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളവിടെ പോരും നിങ്ങൾ വേറെ മതക്കാരനാണെന്നോ തോന്നൽ വരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ സനാതന സംസ്കാരം അനുശീലനമാക്കി മാറ്റിയിരിക്കുന്ന ഇന്ത്യയിൽ ജനിച്ച പൗരനാണ് ഞാൻ. ആ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന പൗരനാണ്. പക്ഷേ അതിൽ അഭിമാനിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ആൾക്കാരാണ് SDPIക്കാർ. അത് PF എന്ന് പറയുന്ന ആ തീവ്രവാദ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഔട്ട്ഫിറ്റായിട്ടുള്ള PFൻ്റെ രാഷ്ട്രീയ രൂപമാണ്. അവരങ്ങനെ ആളുകളെ ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായിട്ട് അവർ വിഭജിച്ചെടുത്തു. എന്നിട്ട് ഇനിയും മാനസികമായിട്ട് മതപരമായിട്ട് വിഭജിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് അവർ. അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ അവർ താണുതൊഴുത് കിടക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ തനിക്കുണം പുറത്തെടുക്കാം നമുക്കെന്നുള്ളതാണ് അവരുടെ തന്ത്രം. അടവ് നയമെന്ന് CPM പറയുന്ന അതേ നയം തന്നെയാണ് അവർ അവലംബിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് മലപ്പുറത്തു നിന്ന് മൗദൂദിസത്തെക്കുറിച്ചുള്ള ഒരു സംവാദ പരമ്പര കേരളം നീളം കൊണ്ട് നടക്കാൻ പോവുകയാണ്. എന്താണ് ഈ മൗദൂദിസം? ഇസ്ലാം മാത്രമാണ് സത്യമായിട്ടുള്ള മതം, ശരിയായിട്ടുള്ള മതം. മറ്റെല്ലാ മതങ്ങളും കാഫിറുകളുടേതാണ്. അതുകൊണ്ട് ഈ ലോകത്ത് മറ്റു മതങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ സഹവദിക്കാതിരിക്കേണ്ട അവസരമുണ്ടാകും. അതിനുവേണ്ടിയായിരുന്നല്ലോ വിഭജനം. ലോകം മുഴുവൻ ഏക മതമായിട്ടുള്ള സത്യമതമായിട്ടുള്ള ഇസ്ലാമായിട്ട് പരിവർത്തിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള അടവ് നയങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംവാദ പരമ്പരകൾ നടത്തുന്നത്. പണ്ട് അച്യുതാനന്ദൻ പണ്ടേ പറഞ്ഞതാണ്. അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. 2047 എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികത്തിൽ ഈ പറയുന്ന സംഗതികളെല്ലാം കൂടി ചേർത്തിട്ട് മാധ്യമദ്വാര, സ്കൂളുകൾ വഴി, ഭീഷണി വഴി, ചെയ്യാവുന്ന എല്ലാ വഴികളിലൂടെയും പ്രചാരണത്തിലൂടെ ഒക്കെ ഇന്ത്യ മുഴുവൻ ഇസ്ലാമാക്കി മാറ്റുക, ഇസ്ലാം മതമാക്കി മാറ്റുക. അവർ കുറേയൊക്കെ ഡെമോഗ്രാഫിക്കായിട്ട് അക്കാര്യത്തിൽ കുറേ ജയിക്കുന്നുണ്ട് താൻ, പറയാതിരിക്കാൻ വേണ്ട. ഡെമോഗ്രാഫി എന്ന് പറയുന്നതിൽ വളരെ മുന്നേറിയിട്ടുണ്ട്. വാണിജ്യ രംഗത്ത് സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ മുന്നേറിയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തും ആ കാര്യത്തിൽ വളരെ മുന്നേറിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നത്. പക്ഷെ മറ്റുള്ളവരും കൂടി ഇവരെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ഭൂരിപക്ഷം ഇസ്ലാമിക സംഘടനകളും തയ്യാറാവുന്നില്ല. സമാധാനത്തിലും ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സംഘടനകളും അതിന് തയ്യാറാവുന്നില്ല. പേടിയാണ്. കാരണം ബോംബ് വെച്ച് കളയും, എൻ്റെ കഴുത്തറുത്ത് കളയും എന്നൊക്കെ പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ എല്ലാവരും ഭയക്കുന്നു. അതൊരു തരം ടെററിസമാണ്, റാഡിക്കലിസമാണ്, ഫണ്ടമെൻ്റലിസം. അല്ല, അപ്പോൾ ഭീഷണിപ്പെടുത്തി 2 സമുദായത്തിനെയും ഒതുക്കുക എന്നതാണല്ലേ ചിലരുടെ ലക്ഷ്യം? അല്ല, പേടി കൊണ്ട് ഒതുക്കുക എന്നല്ല, കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉണ്ടാവും. അപ്പോൾ ആ മതത്തിലോട്ട് അങ്ങ് ചേർന്നാൽ ഞാൻ സേഫ് ആണല്ലോ. ഈ മതത്തിലിരുന്ന എന്നെ രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല, ഒരു മതസംഘടനയും ഉണ്ടാവില്ല. പക്ഷേ ആ മതത്തിലോട്ട് ഞാനിങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ ഞാൻ ജയിച്ചു, എന്നെ അവർ കൊല്ലില്ല, അവരെന്നെ രക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായോ? അത്തരം ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഭീകരരോടൊക്കെ ഒരു ആഭിമുഖ്യം അവരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾക്കുണ്ടാവുന്നതിൻ്റെ കാര്യം ഇതാണ്. ആരും എന്നെ രക്ഷിക്കാനുണ്ടായില്ല, അപ്പോൾ ഇയാളുടെ കൂടെ അങ്ങ് ചേരാം. അതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ലളിതമായിട്ട് പറഞ്ഞു, അത്തരം ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ പോലും അവർ ജനാധിപത്യം, ഭരണഘടന പറയുന്നുണ്ട്, അതിനുവേണ്ടി സമരം ചെയ്യുന്നുണ്ട്, ആ മതേതരത്വം പറയുന്നുണ്ട്. ഒരക്ഷരം ഉരിയാടുന്നില്ലല്ലോ ഇവർക്കെതിരെ. അതല്ലേ കേരളത്തിലെ അവസ്ഥ. അതേസമയം ഹിന്ദു
അവൻ്റെ അവകാശത്തിന് വേണ്ടി പറഞ്ഞാൽ ഈ ജന്തു എന്തിനാണ് അവകാശത്തിന് വേണ്ടി പറയുന്നതെന്നും പറഞ്ഞ് ഇത് ഫാഷിസമാണ്, ഇത് ചാണകമാണ്, ഇത് സംഘപരിവാറാണെന്ന് പറയും. എത്ര സംഘടനകളാണ്, എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് രംഗത്ത് വരുന്നത്, എത്ര മാധ്യമങ്ങളാണ് രംഗത്ത് വരുന്നത്. ഇതെന്നെ എതിർക്കാൻ ഒറ്റ മാധ്യമം പോലും രംഗത്ത് വരില്ല. കാരണം എന്താണ്? അവരുടെ സർക്കുലേഷൻ അപ്പോൾ അവിടെ ഇടിയും, പത്രം ചെലവാകത്തും. അതാണ് സ്ഥിതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.